പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഏപ്രിൽ 23 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. ഞാനെപ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കണം. ഈശോയെ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം ഞാൻ 100 വട്ടം കണ്ട് അനുഭവിച്ച 10,000 മനുഷ്യരിൽ അനുഭവേദ്യമായ സഭയിലുള്ള നിന്റെ സാന്നിധ്യം. കർത്താവെ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുമുണ്ട്. ആരായാലും ശരി കർത്താവെ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണാത്തതായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്. നീ അവരെ കരുണയോടെ ആദ്യതയോടെ നീ പാതാളങ്ങളിൽ ഇറങ്ങിയ ദിവസമാണ്. ഞങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ 8 പറയുന്നുണ്ട്. അവൻ മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അവൻ പാതാളങ്ങളിൽ ഇറങ്ങി. അത് ഈശോയെ, മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ
തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന് നഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഈശോയെ, രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷൻ ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോ, ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട്. ഈശോയെ, അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തികത്തിലെ കടങ്ങൾ, ചിലയിടത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ഈ ദിവസങ്ങളിൽ നീ പുനരുത്ഥാനത്തിൻ്റെ ഭാഗമായി പാതാളത്തിൽ ഇറങ്ങിയ ദിവസമാണ് ഈശോയെ. മനുഷ്യൻ്റെ എല്ലാ പാതാളങ്ങളിലേക്കും, കല്യാണം കെട്ടാതെ വയസ്സായി നരച്ചു പോയി, കുഞ്ഞുങ്ങളില്ലാതെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മോഹങ്ങളും പോയി, അങ്ങനെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോയെ, നീയാണ് പുനരുത്ഥാനം, നീ മാത്രമാണ് പുനരുത്ഥാനം. ഞങ്ങളുടെ എല്ലാ നഷ്ടപ്പെട്ട പ്രതീക്ഷകളും, അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവെ നിൻ്റെ പ്രകാശത്താൽ, തിരുവുത്ഥാന പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തെ ദൈവവേദനെ നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ ചന്ദ്രൻ്റെ വ്യാസവും നമ്മുടെ പസഫിക് സമുദ്രത്തിൻ്റെ വ്യാസവും ഒന്നാണെന്ന് ഞാൻ പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു കാലത്ത് ഭൂമിയുടെ അടുത്തുകൂടി ഒരു മഹാഗോളം പോയപ്പോഴേ ഭൂമിയുടെ ഒരു കഷണം ആകർഷിച്ച് തെറിച്ചു പോയി നിൽക്കുന്നതാണ് ചന്ദ്രൻ എന്ന് പണ്ട് ശരിയോ തെറ്റാണെന്ന് ഇപ്പോഴും എനിക്കറിയാൻ പാടില്ല, പറഞ്ഞു കേട്ടിരിക്കുന്നതാണ്. ചുമ്മാ നാട്ടുപ്രസ്ഥാനമല്ല, സ്കോളേഴ്സ് പറഞ്ഞു കേട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ നിക്കഡേമോസ് ആയിരുന്നല്ലേ ഈ ദിവസങ്ങളൊക്കെ സംസാരിക്കണത്. നിക്കഡേമോസിൻ്റെ സംസാരത്തിൽ നിന്ന് ഒരു വചനം തെറിച്ചു പോയി. അത് 3-ാം അധ്യായത്തിൽ നിന്ന് 6-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അതെന്താണെന്നറിയാമോ? അത് ആ കഷ്ണം എടുത്ത് ഇവിടെ വെച്ചാലേ ഒക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നിക്കഡേമോസിനെ കാണുമ്പോൾ ഈശോ എന്താ പറയണത്? ജഡത്തിൽ ജനിക്കുന്നത് ജഡവും. യോഹന്നാൻ 3:6 മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസം, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസവും, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും, ആത്മാവ് ജനിക്കുന്നത് ആത്മാവും. അപ്പോൾ ഇവിടെ വെച്ച് പറയേണ്ട, ഇവിടെ നിന്നൊരു കഷ്ണം തെറിച്ചു പോയി ചന്ദ്രനെ പോലെ പുറത്ത് കിടക്കുകയാണ്. എവിടെ? 6:63 കിടപ്പുണ്ട്. അതെടുത്ത് ഇവിടെ വെച്ചാലേ ഒക്കത്തുള്ളത്. അതേതാണെന്നറിയാമോ? അത് വേറെ കോണ്ടക്സ്റ്റ് പറഞ്ഞതാണ്. പക്ഷേ ആത്മാവാണ് ജീവൻ നൽകുന്നത്. ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും എന്ന് പറഞ്ഞാൽ 3:6. ഇനി 6:63 എന്താണ്? ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പം എന്താ വ്യത്യാസം അറിയാമോ? ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡം